4 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത 2 യുവാക്കളെ കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ദില്ലി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ കോളിലൂടെ ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയെന്ന് ബെറ്റിയെ ഭീഷണിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ പറയട്ടെ, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. നമ്മളെ ആർക്കും ഡിജിറ്റലി അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്വകാര്യ ബാങ്കിന്റെ ദില്ലിയിലെ ബ്രാഞ്ചിൽ ബെറ്റിയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടെന്നും ഈ അക്കൗണ്ട് ഉപയോഗിച്ച് സന്ദീപ് കുമാർ എന്നയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. ദില്ലി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ കോളിലൂടെ ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയെന്ന്. നിങ്ങളുടെ മക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പാഴ്സലിൽ നിന്ന് ഡ്രഗ് കിട്ടിയിരിക്കുന്നു, അങ്ങനെ കുറെ രീതികളിലൂടെയാണ് ഇവർ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നടത്തിയെടുക്കുന്നത്. ഇനി അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണം മാത്രമാണ്. ബെറ്റിയുടെ അക്കൗണ്ടിലുള്ള പണം നിയമപരമെന്ന് ഉറപ്പുവരുത്താൻ മുഴുവൻ തുകയും മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും നിർദ്ദേശിച്ചു. ഗവൺമെന്റ് അതോറിറ്റീസ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയും അതിൽ നിന്നുമാണ് നിങ്ങൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശിക്ഷ നടപ്പാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഡിജിറ്റൽ അറസ്റ്റ് എന്ന് കേൾക്കുമ്പോഴോ അല്ലെ ഇതുപോലെ നിങ്ങൾ വിളിച്ച് പറ്റിക്കാൻ ശ്രമിക്കുമ്പോഴോ നിങ്ങൾ ഒരു കാരണവശാലും അവരോട് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓൺലൈൻ തട്ടിപ്പിലൂടെ നിങ്ങൾക്ക് പണം നഷ്ടമായിട്ടുണ്ടെങ്കിൽ 1930 എന്ന നമ്പറിൽ വിളിച്ച് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുക. അത് കഴിവതും വേഗത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ 1 അവർ നമുക്ക് വളരെ ക്രൂഷ്യലാണ്. കാരണം ഈ പണമെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും നഷ്ടമായതിനു ശേഷം ഒരു 150 തൊട്ട് 300 അക്കൗണ്ട്സിലോട്ട് വരെ പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് വിടും. ഈ സ്പ്ലിറ്റ് ചെയ്ത് വിടുന്ന പണം തിരിച്ചു പിടിക്കല് അത്യാവശ്യം പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് പണം നഷ്ടമായി ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിലാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബാങ്കിനും അതിൽ ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടമായ പണത്തിന്റെ നല്ലൊരു വിഹിതം തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകും. ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ അവർ ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പണം തിരിച്ചു കിട്ടും. നിങ്ങളാരും തട്ടിപ്പിന് ഇരയാകത്തില്ല. പക്ഷെ നമ്മുടെ കൂടെ ഈ വിവരങ്ങളൊന്നും അറിയാത്ത കുറെ പേരുണ്ട്. അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സോ ഈ അറിവ് എല്ലാവരിലോട്ടും എത്തിക്കുക.